ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു എഗ് സമോസ ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 സവോള തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും. ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാം കൂടെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന 4 മുട്ട ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. സമോസയ്ക്ക് വേണ്ടിയുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയുള്ള പശ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സമോസ ഷീറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും. സമോസ ഷീറ്റ് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാവാൻ വേണ്ടി നമ്മൾ നേരത്തെ പുറത്ത് തന്നെ എടുത്ത് വെച്ചിരിക്കണം. അങ്ങനെ വെച്ചിരിക്കുന്ന ഷീറ്റ് ഉപയോഗിച്ച് വേണം സമോസ ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കോണ് പോലെ മടക്കിയെടുക്കാം. അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മടക്കിയെടുക്കാം. മൈദയുടെ പശ സമോസ ഷീറ്റിൻ്റെ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കണം. സമോസ ഷീറ്റ് നന്നായിട്ട് ഒട്ടിച്ചെടുത്തില്ലെങ്കിൽ വറുത്തെടുക്കുമ്പോൾ ഫില്ലിങ്ങിൽ എണ്ണ കയറാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഓരോ സമോസ ഷീറ്റും ഫില്ല് ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ നമ്മളെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സമോസ ഇട്ട് കൊടുക്കാം. ഒരു സൈഡും ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ വറുത്ത് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.